പ്രൈസലോഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാണ് നമുക്ക് ഒരു ദിവസം കൂടെ നമുക്ക് ലഭിച്ചു. നിത്യതയുടെ ഒരുക്കത്തിന് വേണ്ടി നമുക്ക് ദൈവം തരുന്ന സമയങ്ങളാണ്. എപ്പോഴും കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉള്ളിൽ വളരെ സന്തോഷമുണ്ടാകും. കർത്താവ് വരുന്നെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താ ഉണ്ടാകുന്നത്? നമ്മളെ ആശ വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിന് വേഗം കാണാമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ? അതെ, ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പ്രത്യാശയാൽ നിറയപ്പെട്ടൊരു ജീവിതമാണ്. അപ്പോൾ തിരുവചനത്തിലൂടെ ഏത് കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ സന്തോഷം ഒന്നുകൂടെ വർദ്ധിക്കുക. ഒരിക്കൽ കൂടി നമുക്ക് വീണ്ടും തിരുവചന പഠനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ 3 വിഭാഗം ജനങ്ങളുണ്ടെന്നും ആ 3 വിഭാഗം അത് എങ്ങനെയാണ്? 1 പ്രാകൃതന്മാർ, 2 ജഡികന്മാർ, 3 ആത്മീകന്മാർ. ഇങ്ങനെ 3 വിഭാഗം ജനങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ളത്. അപ്പോൾ അത് ഏതൊരു കൂട്ടായ്മയിലും നമുക്ക് അങ്ങനെയുള്ള 3 നിലവാരത്തിലുള്ള ജനങ്ങളെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളോട് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്ന് ഒരു പ്രാകൃതനാണോ, അതോ ജഡികനാണോ, അതോ ആത്മീയനാണോ? കാരണം ദൈവത്തിന് ആത്മീയരെ കൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ. അപ്പോൾ ഒരു പ്രാകൃതനാണെങ്കിൽ അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല. ഒരു ജഡികനാണെങ്കിലും അവരെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെന്ന് മാത്രമല്ല, അവർ ദൈവനാമ ദൂഷണത്തിന് കാരണക്കാരാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് പ്രാകൃതന്മാർ എന്നുള്ള കാര്യമായിരുന്നു. പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ അവർ ജഡത്തിൽ ജനിച്ചു, എന്നാൽ വീണ്ടും ജനനം നടന്നിട്ടില്ല. അവർ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരല്ല. അവർ ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ ഓടുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. അവരുടെ ലക്ഷ്യം മുഴുവനും ഈ ലോകമാണ്. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ജഡികന്മാരെ കുറിച്ചാണ്. ജഡികന്മാർ എന്ന് പറയുമ്പോൾ അവർ വീണ്ടും ജനിച്ചവരാണെങ്കിലും അവർ സമയത്തിനനുസരണമായിരിക്കുന്ന ഒരു ആത്മീയ വളർച്ച സംഭവിക്കാത്ത ഒരു കൂട്ടരാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഇന്ന് അനേകം രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്ന അനേകരും ജഡികന്മാരായിട്ടാണ് കാണുന്നത്. കാരണം അവരെ ആത്മീയമായിട്ടൊരു വളർച്ചയുള്ളതായിട്ട് അവരെ കാണുന്നില്ല. അവർക്ക് ആത്മീയ കാര്യങ്ങളെ വിവേചിക്കാനോ അല്ല ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുവാനോ മറ്റുള്ളവരെ അവർക്ക് പ്രോത്സാഹിപ്പിക്കാനോ പോലും കഴിയാത്ത ഒരനുഭവം. അപ്പോൾ അങ്ങനെയുള്ള ജഡീകന്മാർ, ജഡീകന്മാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആധാരമായിട്ട് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം ഞാൻ ആദ്യം വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. അപ്പോൾ അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെ അല്ല, ജഡികന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല എന്നും നിങ്ങൾ ജഡികന്മാരല്ലോ, ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പോൾ ഇവിടെ ജഡീകന്മാർ എന്നാണ് കൊരിന്ത് സഭയിലെ വിശ്വാസികളെ അപ്പോസ്തലനായ പൗലോസ് വിളിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, അവർക്ക് ആത്മീയമായ ഘനതരമായ കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിവില്ല. അവർക്കെന്നും A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ. എത്ര വർഷമായി? 20 വയസ്സായി, 25 വയസ്സായി. ഇങ്ങനെ മാത്രം പഠിക്കുന്നൊരു അനുഭവം എന്ന് പറയുമ്പോൾ അതെത്ര
ശൈശവത്വമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ സമയാനുസൃതമായിരിക്കുന്ന ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ജഡികന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ എത്രയേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഇവിടെ നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയാനുസരണമായ വളർച്ചയില്ലെങ്കിൽ അത് എത്രയോ ദുഃഖകരമാണ്. അതേ ഒരു 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് അവരോട് പറയുന്നൊരു കാര്യം, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. ശ്രദ്ധിക്കണേ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കൾ ആയിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവീൻ. തിന്മയ്ക്ക് ശിശുക്കളായിരിക്കണം, എന്നാൽ ബുദ്ധിയിൽ നിങ്ങൾ മുതിർന്നവരായിരിക്കണം. അപ്പോൾ ഇവിടെ വളരെ ഗഹനമായ കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് അവരെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്നും നമുക്ക് ഗഹനമായിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പ്രാപ്തിയുള്ളവരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ ആ വളർച്ച ഇല്ലെന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഓരോരുത്തരെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ? അതിൻ്റെ 3-4 വാക്യം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? അപ്പോൾ ഇവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ഇപ്പോഴും എന്തുണ്ട്? ഈർഷ്യവും പിണക്കവുമുണ്ട്. പകവെച്ചുകൊണ്ട് നടക്കുക. ഒരുത്തിന് മറ്റൊരുത്തിനെ കൈക്കൊള്ളാൻ കഴിയുന്നില്ല. ഇപ്പോഴും ആ പണ്ടത്തെ ആ പ്രാകൃത മനുഷ്യൻ്റെ അനേക പാവ സ്വഭാവങ്ങൾ അവരെ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുക. എത്ര ദുഃഖകരമായ ഒരു അനുഭവമാണ്. ഒരുവൻ ക്രിസ്തുവിലായാലും ഒരു പുതിയ സൃഷ്ടിയാണ്. എന്നാൽ ഇതാ വീണ്ടും അവർ ജഡത്തെ അനുസരിച്ച്, ജഡീക മോഹങ്ങളെ അനുസരിച്ച് അവർക്ക് ആത്മീയമായിട്ട് വളരാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക്, ആ ജഡീക ചിന്താഗതികളിലേക്ക് അവർ പോകുകയാണ്. എത്ര ദുഃഖകരമായൊരു കാര്യമാണ്. ഇന്ന് അനേക സഭകളിൽ നമുക്ക് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ലേ? അനേകരും പകയും വിദ്വേഷവും, പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥ, ആത്മാർത്ഥമായിട്ടുള്ള ആ സ്നേഹം പങ്കുവയ്ക്കുവാൻ കഴിയാത്തൊരവസ്ഥ. എത്ര ദൈവത്തിൻ്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. രക്ഷിക്കപ്പെട്ട ഒരുവൻ മറ്റൊരുവനെ ഒരു ശത്രുവിനെ പോലെ കാണുന്ന ഒരനുഭവം എന്ന് പറയുമ്പോൾ ആ സ്വർഗീയ പിതാവ് എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടായിരിക്കാം. അല്ലെ, ഒരു കുടുംബത്തിൽ മക്കൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലതല്ലുകയാണെങ്കിൽ ആ മാതാപിതാക്കൾക്ക് എന്ത് ദുഃഖമായിരിക്കും. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടോ? നമുക്ക് പരസ്പരം മറ്റൊരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നുണ്ടോ? നാം എല്ലാവരിലും ക്രിസ്തു അത്രയും നാം എല്ലാവരിലും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കൊളോസർ 3:11 ഗലാത്യർ 3:28 ഒക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. ഞാനത് വീണ്ടും എടുത്ത് വായിപ്പിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, രക്ഷിക്കപ്പെട്ട ഒരുവനിൽ ക്രിസ്തു കാണപ്പെടണം. നമ്മൾ ക്രിസ്തുവിൻ പത്രമായി, ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെ സുഗന്ധം വരുത്തുന്നവരായി നാം കാണപ്പെടണം. ഒരിക്കലും നമ്മൾ ശത്രുവിനെ സന്തോഷിപ്പിക്കുവാൻ പാടില്ല. എന്നാൽ ഇവിടെ അനേകരുടെ അവസ്ഥ അങ്ങനെയുള്ളൊരു അവസ്ഥയായിട്ട് ഈ കൊരിന്ത് സഭയെക്കുറിച്ച് പൗലോസ് പറയുകയുണ്ടായി. ഇവർ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്ന ജനമാണ്. പക്ഷെ അവരുടെ ഉള്ളം, അവർക്ക് ഇപ്പോഴും പരസ്പരം ഒരു ഐക്യതയില്ല, ഒരു യഥാർത്ഥ സമാധാനം അവർക്കില്ല. എത്ര ദുഃഖകരമായ അവസ്ഥ. എന്നിട്ട് എൻ്റെ 4-ാം വാക്യം അതിശ്രദ്ധേയമാണ്. ഇന്ന് പൊതുവെ നമ്മൾ കാണുന്ന ഒരു വലിയ കാര്യമാണ്. ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? കണ്ടോ, നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ഇന്ന് നമ്മുടെ ആത്മീയ കോളത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ഒരു അനുഭവമല്ലേ നമ്മൾ കാണുന്നത്? അത് ഈ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ ഒന്നും കൂടെ ആ കാര്യം
വിശുദ്ധമായിട്ട് പൗലോസിനെ പറയുന്നുണ്ട്. 1:12 വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ ഓരോരുത്തർ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പോലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നുവോൽ. നോക്കണേ, എത്ര ദുഃഖകരമാണ്. പക്ഷം പിടിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ വലിയ പദ്ധതിയെ തകർക്കുന്ന ഒരു വല്ലാത്ത ജഡീകത, പക്ഷം പിടുത്തം. ഞാൻ ഇന്നവൻ്റെ പക്ഷക്കാരനാണ്. നമുക്കറിയാം, ഇന്ന് നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അടുത്തടുത്ത് കൂട്ടായ്മകളാണ്, എല്ലാവർക്കും ഒരേ ഉപദേശം. ഞാൻ ഒരിക്കൽ ചെന്നൈയിൽ എൻ്റെ ഒരു സ്നേഹിതൻ്റെ അടുക്കൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ചുറ്റുവട്ടത്തിൽ മാത്രമായിട്ട് ഏകദേശം ഒരു 150 സഭകളുണ്ട്. 150 സഭ. എല്ലാ പെന്തക്കോസ്ത് സഭകളാണ്. എല്ലാവരുടെ ഉപദേശം ഒന്നാണ്, പക്ഷെ പരസ്പരം ഒരിക്കലും അവർ ചേരത്തില്ല. 8-10 സഭ അവരുടെ സഭകളുടെ മുമ്പിലൂടെ അവരുടെ അങ്ങോട്ട് പോകും. എന്താ കാര്യം? ചേരത്തില്ല, ഐക്യതയില്ല, ഒരേ ഉപദേശം. നോക്കണേ, ഈ പക്ഷം പിടുത്തൽ ഒരു ദൈവഹൃദയത്തിന് എന്തുമാത്രം വേദന ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഭക്തിയിലൂടെ അവർ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ഞാൻ റാന്നി ഭാഗത്ത് ഇതുപോലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട അച്ചായൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ വീടിൻ്റെ 4 കോണിലും 4 സഭ, എന്തൊക്കെ സഭകളാണ്. ഒന്ന് ഷാരോൻ, ഒന്ന് ന്യൂ ഇന്ത്യ, ഒന്ന് ചർച്ച് ഓഫ് ഗോഡ്, ഒന്ന് IPC. നോക്ക്, എല്ലാം ഒരേ ഉപദേശം പിടിച്ചിരിക്കുന്നില്ല, പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ പ്രസംഗിക്കുന്നത് അവിടെ കേൾക്കാം, അവിടെ പ്രസംഗിക്കുന്നത് ഇവിടെ കേൾക്കാം, ഇവിടെ പാടുന്നത് അവിടെ കേൾക്കാം. പരസ്പരം എല്ലാവർക്കും പരസ്പരം കേൾക്കാം. എന്തുമാത്രം ദൈവത്തെ ദുഷിക്കുന്ന, നിന്ദിക്കുന്ന അനുഭവങ്ങളാണ് പറ. നമ്മൾ ചിന്തിക്കണം, അങ്ങനെയുള്ളവരിലൂടെ എങ്ങനെ ദൈവനാമം മഹത്വപ്പെടും? ആ ദേശത്ത് എത്രമാത്രം ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ എന്നിട്ട് പൗലോസിനെ ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. അതാണ് പ്രാധാന്യം. അതേ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവിടെ വളരെ ഘനതരമായ 3 ചോദ്യങ്ങളാണ് പൗലോസിനെ ഉന്നയിക്കുന്നത്. ഇങ്ങനെയാണ്: ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? 3 ചോദ്യമാണ്. ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് പൗലോസാണോ പൗലോസിൻ്റെ പക്ഷക്കാരെന്ന് പറയാൻ? നോക്കണം. അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ്, പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞാൻ സ്നാനം തന്നോ? പ്രിയമുള്ളവരെ, ഇതിനെല്ലാം നമ്മൾ ഉത്തരം കണ്ടെത്തണ്ടേ? ഇന്ന് ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങൾ ഇതെങ്ങനെ ദൈവത്തിൻ്റെ ദൈവഹൃദയത്തിന് സഹിക്കാൻ കഴിയും? അതാണ് നമ്മൾ പഠിക്കണ്ടേ. നമ്മൾ ഏതെങ്കിലും നിലയിൽ നമ്മൾ ഭക്തി ചെയ്തിട്ട് ഈ ലോകയാത്ര കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നേ? നമുക്ക് യഥാർത്ഥമായും കർത്താവിലുള്ള ആ പ്രത്യാശ ഇന്ന് അതുകൊണ്ട് തന്നെ എന്തില്ല, ഈ ചെറിയ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഓരോ കൂട്ടായ്മയിലും പാസ്റ്ററും കുടുംബവും പിന്നെ 1-2 കുടുംബമുണ്ട്. ഒരു സ്ഥലത്ത് പാസ്റ്റർ കുടുംബം, ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. എത്ര ദുഃഖകരമാണ് പ്രിയമുള്ളവരെ, എത്ര ദുഃഖകരമാണ്, എത്ര വേദനാജനകമാണ്. അപ്പോൾ നമുക്ക് പരസ്പരം ഐക്യപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്തില്ല, ആ ദേശത്തുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഒരു ഫലവും കാണുന്നില്ല, സാക്ഷ്യമില്ല. അങ്ങനെയാണോ ദൈവമക്കൾ ചെയ്യേണ്ടത്? എവിടെ ചെന്നാലും ശത്രുവിൻ്റെ പ്രവർത്തികൾ ഏതെങ്കിലും നിലയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് ഫലിക്കാതിരിക്കുവാൻ അവനിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടും. നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തും. എത്ര ഭയങ്കരമായിരിക്കുന്നൊരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ചിന്തിക്കണം, ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു സംഘടനയുടെ വക്താവാണോ? പ്രിയമുള്ളവരെ, ദൈവസഭ എന്നുള്ളത് ഒരു സംഘടനയല്ല, അതൊരു മതമല്ല.
അതൊരു ജീവൽ പ്രസ്ഥാനമാണ്. അത് ദൈവിക ജീവൻ ഉൾക്കൊള്ളുന്ന ക്രിസ്തുവാകുന്ന തലയുമായി ബന്ധപ്പെട്ട് സ്വർഗീയ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടമാണ്. അപ്പോൾ ഇത് നമ്മുടെ അവസ്ഥ എവിടെയാണ്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമെങ്കിൽ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തോടുള്ള ഭയവും ഭക്തിയും ഉണ്ടായിരിക്കണം. ഈ വചനങ്ങളെ അതുപോലെ നമുക്ക് കൈക്കൊള്ളാൻ കഴിയണം. നമുക്കറിയാം, കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസ് കടന്നു ചെന്നപ്പോൾ പത്രോസോട് എന്താ പറഞ്ഞത്? പത്രോസിനോട് കൊർന്നല്യോസ് എന്താ പറഞ്ഞേ? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 10-ാം അധ്യായം, അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. പത്രോസിനോട് കൊർന്നല്യോസ് പറയുന്നതാണ്, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധം നമ്മൾ ചിന്തിക്കണം. ഒരു അന്യജാതിക്കാരനായ മനുഷ്യനായി കൊർന്നല്യോസിനെ കുറിച്ച് അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കൈസരിയായിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പേരുള്ളൊരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തൻ. നോക്കണം, അന്യജാതിക്കാരനാ. അവനെക്കുറിച്ച് വചനം പറയുകയാണ്, അവൻ ഭക്തൻ, തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തവൻ, പിന്നെയോ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നവൻ. കണ്ടോ, എത്ര നല്ല ഗുണങ്ങളാ ഒരു അന്യജാതിക്കാരനായ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ദൂതൻ മുമ്പോട്ട് വായിക്കുമ്പോൾ അവൻ ദർശനമുള്ളവനായിരുന്നു. ദൂതൻ്റെ ദർശനം അവനുണ്ടാകുന്നു. എന്നിട്ട് ആ ദൂതനോട് എന്നാ പറഞ്ഞറിയോ? അവൻ പറയുന്നത്, അവനോട് നിന്റെ പ്രാർത്ഥനയും, അതിൻ്റെ 4-ാം വാക്യം, അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. പക്ഷെ നീ എത്തിയല്ല. നീ എത്രയും എന്ത് ചെയ്യണം? നീ രക്ഷിക്കപ്പെടണം. അപ്പം നീ രക്ഷിക്കപ്പെടുവാനുള്ള ദൂത് നിന്നോട് പറയുവാൻ നീ എന്ത് ചെയ്യണം? നീ ഇപ്പോൾ തന്നെ ആൾക്കാരെ അയച്ച് പത്രോസിനെ വരുത്താനാണ് ദൂതൻ കൽപ്പിച്ചത്. നോക്കണം, അതൊക്കെ എത്ര വലിയ ഭാഗ്യമല്ലേ. ദൂതന്മാർക്ക് പോലും സുവിശേഷം പറയുവാനുള്ള അധികാരമില്ല. സുവിശേഷം പറയണമെങ്കിൽ അത് രക്ഷിക്കപ്പെട്ട ഒരുവനായിരിക്കണം. രക്ഷിക്കപ്പെട്ട ഒരുവനെ കൊണ്ട് മാത്രമേ ഈ ദൂത് അറിയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ദൂതൻ പറയുകയാണ്, നീ അയച്ച് എന്ത് ചെയ്യണം? നീ പത്രോസ് എന്ന ഈ മറുപേരുള്ള വ്യക്തിയെ വരുത്തണം. നീ യോപ്പയിലേക്ക് ആളയച്ച്, അതിൻ്റെ 10-ാം അധ്യായം 5-ാം വാക്യം, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. എന്തിനാ ശിമോനെ വരുത്തുന്നേ? ഈ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 14-ാം വാക്യം, നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു. കണ്ടോ, നോക്കുക, എത്ര ശ്രേഷ്ഠം. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ യഥാർത്ഥ ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളുടെ മാത്രമേ സുവിശേഷം കേൾക്കാൻ കഴിയൂ. ഇവിടെ പത്രോസ് വന്ന് ദൈവത്തിൻ്റെ വചനം അറിയിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ പ്രവൃത്തി 10-44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ, അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ദൈവവചനമായിട്ട് അതിനെ കൈക്കൊണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതല്ലേ. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് സ്വർഗം നോക്കുന്നുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിൽ നടക്കണമെങ്കിൽ ഈ വചനത്തെ ദൈവവചനമായിട്ട് തന്നെ നമ്മൾ കൈക്കൊള്ളണം. അപ്പോൾ ഇന്ന് നമ്മൾ കൂട്ടായ്മകൾ പലപ്പോഴും വരുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രസ്താവിക്കപ്പെടുമ്പോൾ അനേകരുടെ ജീവിതത്തിലും ഈ വചനങ്ങൾ ക്രിയ ചെയ്യാത്തതിന് കാരണം അവർ ദൈവ സന്നിധിയിലായിരിക്കുന്നുവെന്നും ഞങ്ങൾ കേൾക്കുന്ന വചനം ദൈവവചനമാണെന്നുള്ള ആ ബോധ്യം പലർക്കുമില്ല. അതുകൊണ്ട് തന്നെ അവരിലത് പ്രവർത്തിക്കുന്നില്ല. പൗലോസ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നൊരു വാക്യം നിങ്ങളുടെ ഓർമ്മയിലും ചിലപ്പോൾ കാണും. 1 തെസ്സലോനിക്കർ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം
നിങ്ങൾ കേട്ടു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടോ, അതാ ദൈവമക്കളെ കാര്യം. നമ്മൾ ഈ പറയുന്ന ഈ വചനം, ഇത് ദൈവത്തിൻ്റെ വചനമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ നിലയിൽ ഈ യൂട്യൂബിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം ഈ മാധ്യമത്തിലൂടെ കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള യഥാർത്ഥമായ വിശ്വാസത്തിൽ, ആ ബോധ്യത്തിൽ നിങ്ങളിത് കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവവചനം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് തന്നെ അത് പ്രവർത്തിക്കുവാനിടയായിരിക്കും. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലുള്ളതുപോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങളത് കേട്ടു, വിശ്വസിച്ചു, അത് നിങ്ങളിൽ വ്യാപരിച്ചു പിരിക്കുന്നു, അതിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെട്ട് കാണുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നെങ്കിലും അവർക്ക് എന്ത് സംഭവിക്കുന്നില്ല? അവർക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ പ്രവൃത്തി അവരിൽ കാണുന്നില്ല. എത്ര ദുഃഖകരമാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്നിടത്ത് നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടണം. എന്നാൽ നമുക്കറിയാം, ഈ കാലഘട്ടം പാപം വളരെ പെരുകിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഏത് കാലത്തെയും അപേക്ഷിച്ച് ഇന്നുള്ളതുപോലെ പാപം പെരുകിയൊരു കാലഘട്ടം ഇതിനു മുൻപ് മനുഷ്യ ചരിത്രത്തിൽ കാണുകയില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ അടുത്ത സമയത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞപ്പോൾ നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞെന്തുവാ? നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. നോക്കണേ, അടുത്തൊരു സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ട്, ലോത്തിൻ്റെ കാര്യം. അതിൻ്റെ 28-ാം വാക്യം. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സ്വതം വിട്ട നാളിൽ ആകാശത്തു നിന്നും തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. ഓ, എത്ര ശക്തമായ മുന്നറിയിപ്പ് അറിയോ മക്കളെ. ഒരു രീതിയിൽ പറഞ്ഞാൽ അന്ന് നോഹയുടെ കാലത്തുണ്ടായിരുന്ന പാവത്തെക്കാളും വളരെ ഇന്ന് പാവം വിളച്ചത വർദ്ധിച്ചിരിക്കുകയല്ലേ. ദൈവമില്ലാത്തൊരു കാലഘട്ടം, ദൈവത്തോട് യാതൊരു രീതിയിലും ഹൃദയം കഠിനമാക്കി തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കാലഘട്ടം. നിങ്ങളത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തോന്നിവാസം ജീവിക്കുന്ന ഒരു കാലഘട്ടം, ഒരു രീതിയിലും ദൈവത്തോട് യാതൊരു ബഹുമാനമില്ലാത്ത കാലഘട്ടം. ലോത്തിൻ്റെ കാലഘട്ടം സ്വവർഗഭോഗം, ഏറ്റവും മികച്ചമായിരിക്കുന്ന ദൈവ ദൃഷ്ടിയിൽ ഏറ്റവും നികൃഷ്ടമായിരിക്കുന്ന പാപം പോലും പെരുകിയ കാലഘട്ടം. ഇവിടെ ഇന്ന് നമ്മുടെ ലോകത്തിൽ കാണുന്നതും കേൾക്കുന്നതും എന്താണ്? അതിനെയെല്ലാം കവച്ചു വെച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാപത്തിൻ്റെ പ്രസരം വർദ്ധിച്ചത് കൊണ്ട് തന്നെ ദൈവസ്നേഹം നമുക്കറിയാം. മത്തായി 24:12 വായിക്കുന്നുണ്ട്, അതിക്രമം പെരുകുന്നതുകൊണ്ട് സ്നേഹം തണുക്കുന്ന, സ്നേഹം തണുത്തുപോയ ഒരവസ്ഥ. പരസ്പരം സ്നേഹിക്കേണ്ടവർ പരസ്പരം പകയ്ക്കുകയാണ്. എത്ര ദുഃഖകരമായ ഒരു അനുഭവം. സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം, അതല്ലേ ഇന്നത്തെ കാലഘട്ടം. നമ്മൾ ഇന്ന് കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഒരുങ്ങി കാത്തിരിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ഇവിടെ വിഷയം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരാൻ കഴിയാത്തതിന് കാരണം ഇടർച്ചകളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് ഗലാത്യ സഭയോട് പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഗലാത്യർ 5:10, നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും.
ഉണ്ടോ? അപ്പോൾ അനേകരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കലക്കങ്ങൾ, ചിലർക്ക് നേതാവാകണം, അതൊക്കെയാണ് ഒരു വലിയ വിഷയം. അതുകൊണ്ട് അവർ സഭയെ പിളർത്തുകയാണ്. ഏതെങ്കിലും ചെറിയ കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ കൊണ്ടുവന്നുകൊണ്ട് സഭയെ കീറി മുറിച്ച് അവർ മറ്റൊരു സഭ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യമാണ്. അവർക്ക് ഒരു നേതാവാകണം. ഈ ഒരു ചിന്താഗതി അനേകരെ ഇത് ബാധിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടായ്മകളെ തകർക്കുവാനായിട്ട് ചിലരെ ശത്രു കയ്യിലെടുക്കും. അവരെക്കുറിച്ച് ദേവദാസനോട് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. അയ്യോ, അങ്ങനെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഭയാനകമാണ് പിള്ളേ. അവർക്ക് ശിക്ഷാവിധി ഉണ്ടെന്നാണ് പറഞ്ഞത്, ശിക്ഷാവിധി. അപ്പോൾ പലരും അത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഈ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ വളർച്ച എങ്ങനെയുണ്ട്? ഞാൻ ഇന്ന് ക്രിസ്തുവിലായി ഇത്ര വർഷങ്ങളായി, എന്നാൽ എനിക്ക് യഥാർത്ഥമായിട്ടും മറ്റുള്ളവരെയും ആത്മാവിൽ പ്രോത്സാഹിപ്പിച്ച് ക്രിസ്തുവിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് നടത്തുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ രക്ഷിക്കപ്പെട്ട നാൾ മുതലുള്ള കാലഘട്ടം നമ്മൾ എണ്ണണം. അതിനനുസരണമായൊരു വളർച്ച എന്നിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എബ്രായ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോഴും പൗലോസ് ഈ കാര്യം പറയുന്നത് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെ വായിക്കുമ്പോൾ, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ട നിങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തുടക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ പൗലോസ് വളരെ വ്യക്തമായും പറയുന്ന കാര്യം, പൗലോസ് എഴുതിയിരിക്കുന്ന, ഞാൻ ചിന്തിക്കുന്നത് എബ്രായ ലേഖനം പല അഭിപ്രായമുണ്ട്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും ഈ ലേഖനകർത്താവ് എബ്രായ വിശ്വാസികളെ കുറിച്ചും പറയുന്നത്, നിങ്ങളിപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്, എന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് ശിശുക്കൾ എന്ന പോലെ ആദ്യ പാഠങ്ങൾ തന്നെ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളെ നടത്തേണ്ട ഒരു അനുഭവം, ഒരു വളരെ ദയനീയമായ അവസ്ഥ. എത്ര ദുഃഖകരമാണ്. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ആത്മീയാവസ്ഥ എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുന്നത് എത്ര നല്ലതായിരിക്കും. എനിക്ക് ക്രിസ്തുവിലായി ഞാൻ ഇത്ര വർഷമായി, അതിനനുസരണമായിട്ട് എനിക്ക് കർത്താവിൽ വളരാൻ കഴിയുന്നുണ്ടോ? ഒരു നല്ല ശരിയായ ദൈവസഭയാണെങ്കിൽ അവരൊരു 2 അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലെ ഉപദേഷ്ടാവായി തീരണം. ആ നിലയിൽ ഉപദേശിക്കുവാൻ സമർത്ഥരായി മാറണം. അങ്ങനൊരു ശിക്ഷണക്രമം ദൈവസഭയിലുണ്ട്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും, ഈ കാര്യം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആത്മീയ അവസ്ഥയെ നമ്മൾ പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ശിശുക്കൾ, അപ്പം അതുകൊണ്ട് അവരുടെ മധ്യത്തിലെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഇവർക്ക് ആത്മീയമായി വളരാൻ കഴിയാത്തതുകൊണ്ട്, ഇവർക്ക് ഈ അറിവ് ശരിക്കും ലഭിക്കാത്തതുകൊണ്ട് അവരുടെ അവസ്ഥ, നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെ യാക്കോബ് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈശയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയർന്നു വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. ഈർഷ്യവും ശണ്ടയും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അപ്പോൾ നോക്കണം. അപ്പോൾ ഇവർ ക്രിസ്തുവിലായെങ്കിലും ആ സ്വർഗീയ ജ്ഞാനത്തിലുള്ള വളർച്ചയുടെ അഭാവം അവരെ എത്രമാത്രം ബാധിച്ചു എന്ന് നോക്കുക. എത്ര ദുഃഖകരമായിരിക്കുന്ന ഒരവസ്ഥയാണ്. ചിന്തിക്കണം ദൈവമക്കളെ, വളരെ ഗഹനമായിട്ട് ചിന്തിക്കണം. ഇന്ന് നമ്മൾ കൂടി വരുന്ന കൂട്ടായ്മകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ,
മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം എങ്ങനെയുണ്ട്? നമുക്ക് യഥാർത്ഥമായിട്ടും ആത്മീയമായിട്ടും വളരാൻ കഴിയുന്നുണ്ടോ? കർത്താവ് നമ്മളിലൂടെ മഹത്വം എടുക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ആത്മാർത്ഥമായി ശുദ്ധ വിവേകത്തോടുകൂടി നല്ല മനസാക്ഷിയോടുകൂടി കർത്താവിനെ സേവിക്കുവാനും ആരാധിക്കാനും കഴിയുന്നില്ല എങ്കിൽ അതൊരു ജഡീകാവസ്ഥയാണ്. അവർ ജഡീകന്മാരാണ്. അങ്ങനെയുള്ളവരാണ് സഭയിൽ പ്രശ്നമുണ്ടാക്കുകയും സഭ വിട്ടു പോവുകയൊക്കെ ചെയ്യുന്നത്. പൗലോസ് തന്നെ എഫേസ്യ ലേഖനത്തിൽ വളരെ നല്ല ഒരു ആലോചന, എഫേസ്യർ 4:14 വാക്യമാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ, കണ്ടോ, നിങ്ങൾ ഇനിയും ശിശുക്കളായിരിക്കരുത്. നിങ്ങൾ അറിവിൽ മുതിർന്നവരായിരിക്കണം. നിങ്ങൾ തിന്മയ്ക്ക് ശിശുക്കളായിരിക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് വളരേണ്ടതുപോലെ വളരാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ നേട്ടം കൊയ്യുന്നത് നമ്മുടെ ശത്രുവായ പിശാചായിരിക്കും. അവൻ നമ്മളെ വഞ്ചിക്കാനിടയായിട്ട്. എല്ലാ ദൈവമക്കളോടും ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ എത്രമാത്രം കരുതലുള്ളവരായിരിക്കണം. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, രക്ഷിക്കപ്പെട്ട നമ്മൾ സമയാനുസൃതമായി നമുക്ക് ആത്മാവിൽ വളരുവാനായിട്ട് കഴിയണം. നമുക്ക് സഭയ്ക്ക് നമ്മൾ ഒരു നല്ല മാതൃകയായിരിക്കണം. നമ്മൾ ഒരു പ്രോത്സാഹനമായിരിക്കണം. നമ്മളെ മറ്റുള്ളവർക്ക് കണ്ടു പഠിക്കാൻ തക്കവണ്ണം നമ്മളൊരു മാതൃകയായി മാറണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? യഥാർത്ഥമായിട്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണോ നാം നയിക്കുന്നത്? നമ്മൾ ദൈവത്തോടും മറ്റുള്ളവരോടും ഒരു വിശ്വസ്തരായി നല്ല മനസ്സാക്ഷി വെച്ച് പുലർത്തുന്നവരാണോ? അത് നമ്മൾ പരിശോധിക്കണം. ഓരോ വ്യക്തികളും ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ പൗലോസ് പറയുന്ന ഒരു വാക്യോടെ വായിച്ച് ഞാൻ ഈ ഭാഗം ഇന്നത്തെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അപ്പോസ്തല പ്രവൃത്തി 24-16 വാക്യം. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. അതാവശ്യം. അതാണ് ഒരു ആത്മീയൻ്റെ ഒരു യഥാർത്ഥമായിരിക്കുന്ന അടയാളം. എന്താണ്? ദൈവത്തോടും നമ്മുടെ കൂട്ടു സഹോദരങ്ങളോടും. നോക്കാം, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതാ ദൈവമക്കളെ നമുക്ക് ഇന്ന് അനിവാര്യം. അങ്ങനെ ആയിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പോൾ ഈ ലോകത്തിലുള്ള 3 വിഭാഗത്തിൽ 2 വിഭാഗത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് പ്രാകൃതർ എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ജഡീകന്മാർ എന്നുള്ളതാണ്. ജഡീകന്മാരെ കൊണ്ടും ദൈവത്തിന് പ്രയോജനമില്ല. മറിച്ച് അവർ ദൈവത്തിൻ്റെ നാമം ദുഷിക്കുന്നവരായി മാറും. ദൈവദൂഷണത്തിന് പാത്രമായിട്ട്. അങ്ങനെയാകാൻ ഇടയാകാതിരിക്കട്ടെ. ഇനി അടുത്ത ക്ലാസ് നമുക്ക് ആത്മീയതയെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അത് കർത്താവ് സഹായിച്ചാൽ അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. കർത്താവ് വചനങ്ങളാൽ എല്ലാ ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം എല്ലാ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.